കർത്താവിൽ പ്രിയ ദൈവമക്കളെ, അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു പ്രഭാതത്തിൽ നമുക്ക് ഉണരുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഈ മരുഭൂമിയിൽ വീണ്ടും ദൈവം നൽകിയ നല്ല സാവകാശത്തിനായി ഞാൻ നന്ദിയോടെ സ്തോത്രം. നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ഒരു തിരുവചനം നമുക്ക് ധ്യാനിക്കാം. ഇന്നത്തെ മോർണിംഗ് മന്നായിൽ ഇപ്രകാരമാണ്: ആധികാരിക ഉൽപ്പന്നങ്ങൾ എന്നുള്ളതാണ്. അതിനെ ആധാരമാക്കി വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നും മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം, മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം ഇവിടെ ഞാൻ വായിക്കുന്നു: അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞിലുകളിൽ നിന്ന് അത്തിപ്പഴവും പറിക്കുമാറുണ്ടോ? ദൈവത്തിന് സ്തോത്രം. വളരെ വ്യത്യസ്തമായിരിക്കുന്നതായ ഒരു തിരുവചനമാണ് നമ്മൾ ഇന്ന് ശ്രമിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം നല്ലതിനെയും തീയതിനെയും തിരിച്ചറിയുവാനുള്ളതായിരിക്കുന്ന ദൈവത്തിന്റെ കൃപ. ഒരിക്കലും ഒരു ഫലം നമ്മൾ കാണുമ്പോൾ അതിന്റെ വൃക്ഷത്തെ നാം മനസ്സിലാക്കുന്നു. ഒരു വൃക്ഷത്തെ നാം കാണുമ്പോൾ അതിന്റെ ഫലങ്ങളെ നാം തിരിച്ചറിയുന്നു. എപ്പോഴും ഇത് രണ്ടും ഒരുപോലെയാണ് മുന്നോട്ട് പോകുന്നത്. ഒരു പ്ലാവ് കാണുമ്പോൾ നമുക്കതിലറിയാം അതിൽ ചക്കയാണ് ഉണ്ടാകുന്നെന്ന്. ചക്ക കാണുമ്പോൾ നമുക്കറിയാം അതിന്റെ മരം പ്ലാവാണെന്ന്. അങ്ങനെ ഓരോ സസ്യങ്ങളും ഓരോ മരങ്ങളെയും നമുക്ക് എളുപ്പം തിരിച്ചറിയുവാനുള്ളതായിരിക്കുന്ന വിവേകം അഥവാ പരിജ്ഞാനം നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. എന്നാൽ പലപ്പോഴും ദൈവത്തിന്റെ വചനത്തിന്റെ പൊരുളുകളെ, വചനത്തിന്റെ സത്യങ്ങളെ തിരിച്ചറിയുവാനുള്ളതായിരിക്കുന്ന ആ ഒരു കഴിവ് ദൈവത്തിന് സ്തോത്രം, അത് നമ്മുടെ പഠിപ്പിൽ നിന്നോ നമ്മുടെ വിദ്യയിൽ നിന്നോ നമ്മുടെ ജ്ഞാനത്തിൽ നിന്നോ ലഭിക്കത്തില്ല. അത് ഉയരത്തിൽ നിന്ന് വരുന്നതായിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ മാത്രമേ അപ്രകാരം നമുക്കതിനെ തിരിച്ചറിയുവാൻ കഴിയുകയുള്ളൂ. ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്യം ഇങ്ങനെയാണ്: അവരുടെ ഫലങ്ങളാൽ നിങ്ങൾ അവരെ തിരിച്ചറിയാം. മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞിലുകളിൽ നിന്ന് അത്തിപ്പഴവും പറിക്കുമാറുണ്ടോ? ദൈവത്തിന് സ്തോത്രം. എത്ര ആശ്ചര്യമായിരിക്കുന്നു! ഇത് നേരെ തിരിച്ചാണ് മൊത്തത്തിൽ സംഭവിച്ചിരിക്കുന്നത്. എന്നാൽ അവനവന്റെ ഫലത്തിൽ നിന്നും അഥവാ അതാത് വൃക്ഷത്തിന്റെ ഫലങ്ങളെ തിരിച്ചറിയുവാൻ ദൈവത്തിന് സ്തോത്രം അത് മാനുഷിക കണ്ണുകൾ കൊണ്ട് നമുക്ക് കാണാം. എന്നാൽ ആത്മീയ കണ്ണുകളെ പ്രകാശിപ്പിച്ചില്ലെങ്കിൽ നമുക്ക് ഈ ആത്മീയ കാര്യങ്ങളെ ദർശിക്കുവാൻ ഒരിക്കലും കഴിയുകയില്ല. ദൈവമക്കൾക്ക് നല്ലതും തീയതും തിരിച്ചറിയുവാനുള്ള ദൈവകൃപ എപ്പോഴും നമുക്കുണ്ടായിരിക്കണം. ഈ കാലഘട്ടത്തിൽ യഥാർത്ഥ പ്രവാചകന്മാരെയും വ്യാജ പ്രവാചകന്മാരെയും തിരിച്ചറിയണം. ദൈവത്തിന് സ്തോത്രം. ആകാത്ത ഫലം കായ്ക്കുന്നതൊന്നും നമുക്ക് അത് ഉപയോഗിക്കുവാൻ കൊള്ളത്തില്ല. ആകാത്ത വൃക്ഷത്തിന്റെ ഫലം നമുക്ക് കഴിക്കുവാൻ പറ്റത്തില്ല, അത് ഭക്ഷിപ്പാൻ പറ്റത്തില്ല, അതിനെ സ്വീകരിക്കുവാൻ പറ്റത്തില്ല. എന്നാൽ നല്ല വൃക്ഷമുണ്ട്, നല്ല ഫലം കായ്ക്കുന്നതുണ്ട്. അത് 30, 60, 100 മേനിയായി ആ ഫലം വിളയുവാനിടയായി തീരും. എന്നാൽ ഫലമില്ലാത്ത വൃക്ഷം ദൈവം പറഞ്ഞിരിക്കുന്നു, അതിനെ വെട്ടി മുറിച്ച് തീയിലിട്ട് കളയുമെന്ന്, ചുട്ടുകളയുമെന്ന് ദൈവത്തിന്റെ വചനം ഇവിടെ പറയുന്നു. അതുകൊണ്ട് വ്യാജത്തെ ദൈവത്തിന് സ്തോത്രം നാം ഈ നാളുകളിൽ, അന്ത്യനാളുകളിൽ തിരിച്ചറിയേണ്ടവരാകുന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിന്റെ വാക്യം താഴോട്ട് വായിക്കുമ്പോൾ അവിടെ കർത്താവിന് വേണ്ടി ഒരുങ്ങിയിരുന്നതായ 10 കന്യകമാരെ, അവിടെ 5 പേർ ബുദ്ധിയുള്ളവരും 5 പേർ ബുദ്ധിയില്ലാത്തവരുമായിരുന്നു. എന്നാൽ ബുദ്ധിയുള്ളവരോ വിളക്കും അതിനോട് എണ്ണയും ശേഖരിച്ചു. എന്നാൽ ബുദ്ധിയില്ലാത്തവര് വിളക്ക് മാത്രമേ ഉള്ളൂ, എണ്ണ ശേഖരിച്ചില്ല. കർത്താവ് വന്നു. എന്നാൽ കാത്തിരുന്ന, ഒരുങ്ങിയിരുന്ന, എണ്ണ ശേഖരിച്ചു കൊണ്ടിരുന്ന ആ മണവാട്ടി എടുക്കപ്പെടുവാനിടയായി. പക്ഷെ വിളക്കുകൾ മാത്രം കൊണ്ട് നടന്നിരുന്ന അകത്ത് എണ്ണയില്ലാത്തവരെ ദൈവം കൈവെടിയുവാനിടയായി തീർന്നു. അപ്പോൾ അവിടെ വച്ചാണ് അവരെ തിരിച്ചറിയുന്നത്. കർത്താവിന്റെ വരവെങ്കിലാണ് കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും കർത്താവിന് ഇഷ്ടം ചെയ്യാത്തവരെ അല്ല കർത്താവ് സ്നേഹിക്കുന്നത്. എന്നാൽ ദൈവത്തിന്റെ കൽപ്പനകളെ സ്നേഹിക്കുന്നവരെയാണ് ദൈവം സ്വർഗം അവർക്ക് വേണ്ടിയാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ഈ കാലഘട്ടത്തിൽ യഥാർത്ഥ സത്യങ്ങളെ മനസ്സിലാക്കുവാൻ പലപ്പോഴും ശത്രുവായവൻ അവന്റെ കണ്ണുകളെ കുരുടാക്കുമ്പോൾ വ്യാജ പ്രവാചകന്മാർ നുഴഞ്ഞു കയറി അനേക വിശ്വാസികളുടെ വിശ്വാസം നഷ്ടപ്പെട്ട്, അനേകരുടെ വിശ്വാസം ഇല്ലാതാക്കിക്കൊണ്ട് അനേകർ ദൈവത്തിന് സ്തോത്രം ലോകത്തിൻ്റെതായ അധീനതയിൽ ജീവിക്കുകയാണ്. പ്രവാചകന്മാരെ അവരുടെ ഫലത്താൽ തന്നെ അത് തിരിച്ചറിയാം. മുമ്പേ പറഞ്ഞതുപോലെ ദൈവത്തിന് സ്തോത്രം, അവനവന് നല്ല ഫലങ്ങൾ കായ്ക്കേണ്ടതായിരിക്കുന്ന നല്ല വൃക്ഷങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ആത്മീയ ഫലത്തെ പറ്റി വിശുദ്ധ വേദപുസ്തകം പറഞ്ഞിട്ടുണ്ട്. ജഡത്തിന്റെ ഫലത്തെ പറ്റിയും ആത്മാവിന്റെ ഫലത്തെ പറ്റിയും ഒക്കെ. ഒരു ദൈവം ആത്മാവിന്റെ ഫലമാണ്, അശുദ്ധാത്മാവിന്റെ ഫലമല്ല. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് അവരെ വ്യത്യസ്തമായി ദൈവമക്കളാണോ അല്ലാത്ത മക്കളോ സാത്താന്റെ മക്കളാണോ എന്ന് അവരെ തിരിച്ചറിയണമെങ്കിൽ അവരിലുണ്ടാകുന്ന ഫലത്തിൽ നമുക്ക് അവരെ തിരിച്ചറിയുവാൻ
കഴിയും. ദൈവത്തിന് സ്തോത്രം. അവർ പരിശുദ്ധാത്മാവിന്റെ നിയോഗം പ്രാപിച്ചവരായിരിക്കും. അപ്രകാരം അവർ സംസാരിക്കുന്നവരായിരിക്കും. പരിശുദ്ധാത്മാവിന്റെ നിയോഗം പ്രാപിച്ചവരെ കാണുമ്പോഴും അവരുടെ സംസാരങ്ങൾ കേൾക്കുമ്പോഴും നമുക്കറിയാം. ദൈവത്തിന് സ്തോത്രം. കള്ളപ്രവാചകന്മാർ ദൈവത്തിന് സ്തോത്രം അങ്ങനെയല്ല. അവരാടുകളുടെ വേഷം ധരിച്ചുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരും. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അകമേ കടിച്ചു കീറുന്ന ചെന്നായെ പോലെ ആകുന്നു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് ദൈവമക്കൾ ഈ കാലങ്ങളിൽ ചിലരെയൊക്കെ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അവർ ചിലരെയൊക്കെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അവർ വരുന്നത് ചെന്നായ, ദൈവത്തിന് സ്തോത്രം, ഒരു കുഞ്ഞാടിനെ പോലെ വരുന്നു. അവസാനം കടിച്ചു കീറുന്ന ഒരു ചെന്നായെ പോലെ ദൈവത്തിന് സ്തോത്രം അവര് കടന്നു വരുന്നു. അവരുടെ ഫലത്താൽ അവരെ തിരിച്ചറിയണം. ദൈവത്തിന് സ്തോത്രം. മുള്ളുകളിൽ നിന്നും മുന്തിരിപ്പഴവും ഞെരിഞ്ഞലികളിൽ നിന്ന് അത്തിപ്പഴവും പറിക്കാറില്ല. ദൈവത്തിന് പറിക്കാറുണ്ടോ എന്നാണ്. നല്ല വൃക്ഷം നല്ല ഫലങ്ങൾ കായ്ക്കുന്നു. ഫലം കായ്ക്കുന്നത് ദൈവത്തിന് സ്തോത്രം. വൃക്ഷം ദൈവത്തിന് സ്തോത്രം നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീയിലിട്ട് കളയുന്നു എന്ന് പറയുന്നു. ആകാത്ത വൃക്ഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ആകാത്ത ഫലങ്ങൾ നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകരുത്. കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും കർത്താവിന് ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. നമ്മൾ എല്ലാവരും കർത്താവെ എന്ന് വിളിക്കുന്നുണ്ട്, ദൈവമേ എന്ന് വിളിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിലും ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന്റെ ഇഷ്ടം അഥവാ ദൈവത്തിന്റെ കൽപ്പന നാം അനുസരിക്കുന്നുണ്ടോ? അവർക്ക് വേണ്ടിയാണ് സ്വർഗരാജ്യത്തിൽ, അവർക്ക് വേണ്ടിയാണ്, അവർക്കേ കടക്കുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ദൈവത്തിന് സ്തോത്രം, ഈ അന്ത്യകാലത്ത് നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ ഫലം നമ്മളിൽ ഉണ്ടാകട്ടെ. അത് മറ്റുള്ളവർ നമ്മളെ കണ്ടുപഠിക്കുകയും നമ്മളോട് അറിവുകളെ, ദൈവിക വചനങ്ങളെ ചോദിച്ച് പഠിക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതം കണ്ട അനേകര് ക്രിസ്തുവിലേക്ക് വരട്ടെ. അതിനായി നമ്മെ ഈ കാലഘട്ടങ്ങളിൽ നമ്മളെ അതിനുവേണ്ടി ഒരുക്കാം. ദൈവത്തിന് സ്തോത്രം. അതിനുവേണ്ടി ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. ഈ വചനം നമ്മൾ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് ദൈവത്തിന് സ്തോത്രം ബർത്ത്ഡേ ആഘോഷിക്കുന്നതായ ദൈവമക്കളുടെ പേര് ഇവിടെ പറയുന്നു. ശോശാമ ബെഞ്ചമിൻ കല്ലുമല, ബിനു തോമ്പിക്കണ്ടം, അബിഗേൻ അജിത് പുഷ്പഗിരി. ഈ വ്യക്തികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ ജന്മദിനമാണ്. നമുക്ക് എല്ലാവരും ഒരുമിച്ച് ചേർന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പകൽവേലയ്ക്കായി നന്ദിയോടെ സ്തോത്രം. പ്രഭാതത്തിൽ ഉണർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനിടയായല്ലോ. കർത്താവ്, ഈ ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ കർത്താവെ, പാപിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരും, കർത്താവെ, ആകാത്ത ഫലങ്ങൾ കായ്ക്കാതെ നല്ല ഫലങ്ങൾ കായ്ച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിപ്പാൻ അടിയങ്ങളെ ഓരോരുത്തരെയും ഒരുക്കണമെന്ന് കേട്ട വചനത്തിന് മുമ്പിൽ ഞങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന, തലവണക്കിയിരിക്കുന്ന എല്ലാവരെയും ഇന്ന് പകൽ മൊത്തം കർത്താവിന്റെ സാന്നിധ്യത്തെ നിറയ്ക്കണം. അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഈ പ്രഭാതത്തിൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.